വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കല്യാണക്കാര്യം എന്തായി എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, അതിലൊരു തീരുമാനമായിട്ടുണ്ട്. സ്വർണ്ണക്കട നടത്തുന്ന പോളച്ചനെ നിനക്കറിയില്ലേ? കല്യാണ ആവശ്യത്തിനൊക്കെ പോളച്ചൻ സ്വർണം മുൻകൂറായിട്ട് നൽകാറുണ്ട്. പിന്നീട് വില കൊടുത്ത് നമ്മൾ ആ സ്വർണം വാങ്ങിയാൽ മതിയെന്നാണ് ശാന്ത പറയുന്നത്. കടമായിട്ടോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, കടമായിട്ട് തന്നെ, പക്ഷേ ആ സ്വർണം പിന്നീട് നമ്മൾ വിലയ്ക്ക് വാങ്ങുമല്ലോ. ഇതൊക്കെ കേട്ട് വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ് സുസ്മിത. ശാലിനി ചോദിക്കുകയാണ്, അമ്മ ഇക്കാര്യം പോളച്ചനുമായിട്ട് സംസാരിച്ചോ? ഇല്ല, സംസാരിക്കണം. പിന്നെ ശാരികയുടെ കല്യാണത്തിന്റെ ആഭരണങ്ങളുടെ മോഡൽ നോക്കാനായിട്ട് പോളച്ചൻ 2 വള തന്ന് വിട്ടിട്ടുണ്ട്. അത്രയും പറഞ്ഞ് ബാഗിൽ നിന്നും വളകൾ എടുത്തിട്ട് ശാരദാമ്മ പറയുകയാണ്, ഇതും പണം കൊടുത്തതല്ല, മോഡൽ നോക്കി തിരിച്ചു കൊടുക്കാനുള്ളതാണ് എന്നും പറഞ്ഞ് ശാലിനിക്ക് കൊടുക്കുകയാണ് ശാരദാമ്മ. നന്നായിട്ടുണ്ടെന്നും പിന്നീടായാലും സ്വർണത്തിന് കാശ് കൊടുക്കണ്ടേ, അതിനെന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ എന്നും ശാരദാമ്മയോട് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, കുറച്ചുകൂടി സാവകാശം ഉണ്ടല്ലോ മോളെ അതിന്. നമ്മുടെ കയ്യിൽ സ്വർണമില്ലാന്ന് കണ്ടാൽ ആ നിമിഷം തന്നെ വിജയലക്ഷ്മി കല്യാണത്തിൽ നിന്നും പിന്മാറും. പിന്നീട് ഈ കല്യാണം ഒരിക്കലും നടക്കില്ല. ദേവി അതിന് എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസമെന്ന് പറയുന്നു ശാരദാമ്മ. വീടിന്റെ ആധാരമോ മറ്റോ ഒക്കെ വാങ്ങി പോളച്ചൻ സ്വർണം കടം കൊടുക്കാറുണ്ട്. മോളിപ്പോ അതേപറ്റിയൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. അമ്മ ഇന്ന് തന്നെ പോളച്ചനെ പോയി കണ്ട് സംസാരിക്കുന്നുണ്ട്. നീ പെട്ടെന്ന് സാരി മാറ്, അവിടെ പൂജയൊക്കെ തുടങ്ങാറായി എന്ന് ശാലിനിയോട് പറയുകയാണ് ശാരദാമ്മ. തുടർന്ന് ശാലിനി, അമ്മ ദേ ഈ വളകൾ ബാഗിൽ വെക്കുമെന്നും പറഞ്ഞ് തിരികെ വളകൾ ശാരദാമ്മയ്ക്ക് കൊടുക്കുകയാണ്. അത് ശാരദാമ്മ ബാഗിലേക്ക് തന്നെ വെക്കുന്നു. ഇതൊക്കെ ശ്രദ്ധിച്ച് എന്തൊക്കെ കണക്ക് കൂട്ടി വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് ഒറ്റയ്ക്ക് നിന്ന് സുസ്മിത ചിന്തിക്കുകയാണ്, കാര്യങ്ങൾ ഇത്രയും എത്തിയ സ്ഥിതിക്ക് ഒരു അന്തിമ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ രാജേശ്വരിയും കൂടി ഒപ്പം കൂട്ടുന്നത് തന്നെയാണ് നല്ലത്. അതിന് ആദ്യം അവരുടെ പൊസിഷൻ എന്താണെന്ന് നോക്കിക്കളയാം എന്നും പറഞ്ഞ് രാജേശ്വരിയെ ഫോൺ ചെയ്യുകയാണ് സുസ്മിത. ഞാൻ സുസ്മിതയാണ് രാജേശ്വരി ചേച്ചി എന്ന് പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ്, മനസ്സിലായി. എന്തൊക്കെയുണ്ട് സുസ്മിത വിശേഷങ്ങൾ? വിശേഷം അത്രയ്ക്ക് മെച്ചപ്പെട്ടതൊന്നുമല്ല. ഇപ്പോൾ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചേച്ചിയെ അറിയിക്കാൻ വേണ്ടിയാണ് ഫോൺ ചെയ്തത്. ശാരദാമ്മയുടെ മകൾ ശാരികയുടെ കല്യാണം നടക്കാൻ പോകുന്നു. ആ ലെക്ചറുമായിട്ട് ആണോ? അതിന് അവരുടെ കയ്യിൽ എവിടെന്നാ പണമെന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, അത് തന്നെയാണ് ചേച്ചി എന്റെയും സംശയം. കല്യാണത്തിന് സ്വർണമെടുക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നതും. പക്ഷേ പണമില്ലാതെ എങ്ങനെയാണ് സുസ്മിതയെ സ്വർണമെടുക്കുന്നത്? കല്യാണ ചിലവ് മാത്രമല്ല, സ്ത്രീധനം കൊടുക്കാനും സ്വർണം വേണ്ടേ? അന്നേരം സുസ്മിത പറയുകയാണ്, അതിനൊക്കെ എന്തൊക്കെയോ ഏർപ്പാടുകൾ നടക്കുന്നുണ്ട്. ഒരു പോളച്ചന്റെ സ്വർണ്ണക്കടയുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടു. നേരത്തെ അവളുടെ നിശ്ചയം നടന്നപ്പോൾ സ്വർണം കൊടുത്ത് സഹായിച്ചത് ചേച്ചിയല്ലേ? ഇനിയും സഹായം വല്ലതും ചോദിച്ചു വന്നാൽ 10 പൈസയുടെ സഹായം ചെയ്യരുതെന്ന് പറയാൻ കൂടിയാണ് ഞാനിപ്പോൾ വിളിച്ചത്. അന്നേരം രാജേശ്വരി പറയുകയാണ്, അന്ന് സാഹചര്യം വേറെയായിരുന്നു. ഇനിയൊരിക്കലും അങ്ങനെയൊരു അവസ്ഥ ഈ രാജേശ്വരിക്ക് ഉണ്ടാകില്ല. സുസ്മിത പറയുകയാണ്, സന്തോഷം. പക്ഷേ ഇപ്പോൾ എന്ത് കണ്ടിട്ടാണ് അവർ സ്വർണം വാങ്ങാൻ ഇറങ്ങുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനിയിപ്പോ ആ വീടും ഹോട്ടലിലിരിക്കുന്ന സ്ഥലവും എല്ലാം കൂടി ബാങ്കിലെങ്ങാനും പണയം വെക്കാനാണോ എന്നാണ് എൻ്റെ സംശയമെന്നും സുസ്മിത പറയുന്നു. അന്നേരം രാജേശ്വരി പറയുകയാണ്, അതെങ്ങനെ പണയം വയ്ക്കും സുസ്മിതേ? ആ സ്ഥലം എൻ്റെ ഗോപാലേട്ടൻ്റെ പേരിലല്ലേ ഉള്ളത്? അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ എന്തോ ഒരു കള്ളക്കളി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ്. ഒരു കാരണവശാലും ആ ശാരികയുടെ കല്യാണം നടക്കാൻ പാടില്ല ചേച്ചി. അതിനു വേണ്ടിയിട്ടല്ലേ ശാലിനി വിഷ്ണുവേട്ടനെ കൊണ്ട് താലി കെട്ടിച്ചതെന്നൊക്കെ പറയുന്നത്. സ്വന്തം ചേച്ചി താലിഭാഗ്യം ഇല്ലാതെ മൂത്ത് നരച്ച് നിൽക്കുന്നത് ഓർത്ത് അവൾ വെന്ത് വെണ്ണീറാകണം. അതുകൊണ്ട് ശാരികയുടെ കല്യാണം മുടക്കാൻ ചേച്ചിയെ കൊണ്ട് പറ്റുന്നത് ചേച്ചി ചെയ്യണം. എന്നെ കൊണ്ടാവുന്നത് ഞാനും ചെയ്യാം. ആരുടെ അസ്ത്രമാണ് ആദ്യം ലക്ഷ്യത്തിലേക്ക് തറയ്ക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഇനി നമ്മൾ ഒരുമിച്ച് നീങ്ങുന്നതായിരിക്കും ബുദ്ധിയെന്ന് എനിക്ക് തോന്നുന്നു. അന്നേരം രാജേശ്വരി പറയുകയാണ്, അത് നല്ലത്. ഈ ചിന്ത നിനക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ഇപ്പോൾ വിഷ്ണുവിന്റെ കിടപ്പറയിൽ ശാലിനിക്ക് പകരം നീ ആയിരിക്കും ഇരിക്കേണ്ടിയിരുന്നത്. നമ്മൾ ആദ്യം കണ്ടപ്പോൾ തന്നെ വിഷ്ണുവും ശാലിനിയുമായുള്ള ബന്ധം നീ സത്യഭാമയ്ക്ക് മുൻപിൽ തുറന്നു പറയണമായിരുന്നു. വീടിനകത്തു നിന്ന് നീയും പുറത്തുനിന്ന് ഞാനും പൊരുതിയിരുന്നെങ്കിൽ എപ്പോഴേ ആ ബന്ധം പൊട്ടിത്തരിപ്പണം ആയേനെ. ഒപ്പം സത്യഭാമയുടെ കൂടെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ആ 4നെയും ഈ നാട്ടിൽ നിന്ന് എന്നേ ഞാൻ ഓടിച്ചേനെ. പക്ഷേ മൂഷിക സ്ത്രീ എന്ന് പറഞ്ഞതുപോലെ കല്യാണ മണ്ഡപം വരെ എത്തിയിട്ടും വിഷ്ണുവിന്റെ ബെഡ്റൂമിലേക്ക് കയറാൻ ഒരു പഴുതന്വേഷിച്ച് നടക്കുന്ന ഒരു അവസ്ഥയായിപ്പോയി നിനക്കിപ്പോഴും. ഒപ്പം എൻ്റെ ബാലചന്ദ്രനും നാണം കെട്ടു. അതുകൂടിയാണ് എനിക്ക് അവളോടുള്ള പക. ശരി, ഇനി പഴങ്കഥ പറഞ്ഞിട്ട് ഒരു കാര്യങ്ങളും ഇല്ല ചേച്ചി. 2 ഭാഗത്തും നഷ്ടങ്ങൾ ഒരുപോലെയാണ്.
ഇനി ഒരുമിച്ച് നീങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. ചേച്ചി അതിന് റെഡിയല്ലേ എന്ന് ചോദിക്കുകയാണ് സുസ്മിത. ഞാൻ എപ്പോഴേ റെഡി. നമുക്കെന്തായാലും ഇപ്പോൾ ശാരികയുടെ കല്യാണം മുടക്കാം. നിനക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എപ്പോഴും എന്നെ അറിയിച്ചുകൊണ്ടേ ഇരിക്കണം. ഒപ്പം ഒന്നിച്ച് നീങ്ങുന്നു, ലക്ഷ്യം കാണുന്നു. സമ്മതമെന്ന് ചോദിക്കുമ്പോൾ സമ്മതമെന്ന് പറയുകയാണ് സുസ്മിത. ഫോൺ വെച്ച ശേഷം രാജേശ്വരി പറയുകയാണ് ബലേ ഫേഷ്. അങ്ങനെ സുസ്മിതയുടെ റിമോട്ട് കൺട്രോളും എൻ്റെ കയ്യിലായി. ഇനി നിന്റെ മക്കൾ ഓരോന്നായി കത്തിത്തീരുകയാൻ പോവുകയാണ് ശാരദേ. തുടക്കം ആ IAS-കാരിയിൽ നിന്ന് തന്നെയാണ്. ഇന്ത്യൻ അടുക്കള സർവീസുകാരിയിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണ് രാജേശ്വരി. തുടർന്ന് കാണിക്കുന്നത് പൂജ നടക്കുന്ന സ്ഥലമാണ്. തിരുമേനി പറയുകയാണ് രാഘവൻ സാറേ, പെൺകുട്ടിയെ വിളിച്ചിരുന്നെങ്കിൽ പൂജ തുടങ്ങാമായിരുന്നു. അതേസമയം ശാലിനി മുകളിൽ നിന്നും ഇറങ്ങി വരികയാണ്. പ്രീതി പറയുകയാണ് ദേ വരുന്നുണ്ടെന്ന്. അന്നേരം ശാലിനിയെ കണ്ട് അവിടെ നിന്നൊരാൾ പറയുകയാണ് ഇപ്പോ കണ്ട സത്യഭാമയുടെ മരുമകൾ എന്നല്ല, സാക്ഷാൽ ഐശ്വര്യദേവത എന്ന് തന്നെ പറയും. ചേരേണ്ടതല്ലേ ദൈവം ചേർക്കൂ. മനുഷ്യൻ മറ്റൊന്ന് തീരുമാനിച്ചാലും ദൈവം അതിനെ തന്നെ കൂട്ടിച്ചേർക്കും എന്ന് പറയുകയാണ് രാഘവൻ നായർ. ഇത് കേട്ട് ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് സുസ്മിത. പക്ഷെ ശാലിനി ഇറങ്ങി വരുന്നത് തന്നെ നോക്കി സന്തോഷങ്ങനെ നിൽക്കുകയാണ് വിഷ്ണു. തിരുമേനി പറയുകയാണ് കുട്ടിക്ക് ഇങ്ങോട്ടിരിക്കാം, ദോഷപരിഹാരത്തിനുള്ള പൂജ തുടങ്ങാൻ പോവുകയാണ്. ശാലിനി ഇരിക്കുമ്പോൾ തിരുമേനി പറയുകയാണ് ഇനി ഭർത്താവിനിരിക്കാം. അതിനുശേഷം സന്തോഷത്തോടു കൂടി വിഷ്ണുവും വന്നിരിക്കുകയാണ്. പിന്നീട് വിഷ്ണുവും ശാലിനിയും പരസ്പരം നോക്കുന്നു. ഇതൊക്കെ കണ്ട് ദേഷ്യപ്പെട്ട് സുസ്മിത പറയുകയാണ് ഞാനിരിക്കേണ്ട സ്ഥലത്താണ് ഏതോ തെരുവിൽ കിടന്ന നീ വന്നിരിക്കുന്നത്. അതിനുശേഷം പൂജകളൊക്കെ ആരംഭിക്കുന്നു. തുടർന്ന് തിരുമേനി സിന്ദൂരം കൊടുത്ത ശേഷം വിഷ്ണുവിനോട് പറയുകയാണ് ഇത് കുട്ടിയുടെ സീമന്തരേഖയിൽ അണിയിക്കണം. തുടർന്ന് ശാലിനിക്ക് സിന്ദൂരം അണിയിക്കുകയാണ് വിഷ്ണു. ഇനി കുട്ടി സിന്ദൂരം ഇട്ടുകൊടുക്കാൻ തിരുമേനി പറയുകയാണ്. തുടർന്ന് വിഷ്ണുവിന് സിന്ദൂരം അണിയിക്കുകയാണ് ശാലിനി. അതിനുശേഷം രണ്ടുപേരെയും അനുഗ്രഹിക്കുകയാണ് തിരുമേനി. ഇതൊക്കെ കണ്ട് വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ് ശാരദാമ്മയും രാഘവൻ നായരും പ്രീതിയും ശാരികയും ശ്യാമയുമൊക്കെ. അതേസമയം ദേഷ്യപ്പെട്ട് സുസ്മിത പറയുകയാണ് സുസ്മിത ഇരിക്കേണ്ടടുത്ത് കയറിയിരുന്നതിനുള്ള സമ്മാനം നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി. നിനക്ക് പൊള്ളണമെന്നുണ്ടെങ്കിൽ നീ ഇഷ്ടപ്പെടുന്നവർക്ക് മുറിവേൽക്കണം. അത് മറ്റാർക്കുമല്ല, നിനക്ക് ജന്മം നൽകിയ നിന്റെ സ്വന്തം അമ്മ ശാരദയ്ക്ക് തന്നെയാണ് വേണ്ടത്. ഈ നാട്ടുകാർക്കും ബന്ധുജനങ്ങൾക്കും മൊത്തം മുമ്പിൽ ഞാനവരെ നാണം കെടുത്തുമെന്ന് തീരുമാനമെടുക്കുകയാണ് അന്നേരം സുസ്മിത. തുടർന്ന് സുസ്മിത ശാലിനി തിരികെ വളകൾ ശാരദാമ്മയ്ക്ക് കൊടുത്തതൊക്കെ ഓർക്കുകയാണ്. തുടർന്ന് സുസ്മിത തൻ്റെ കയ്യിൽ കിടന്ന വളകൾ ഊരി സാരിത്തുമ്പിൽ ഒളിപ്പിച്ച ശേഷം സത്യഭാമയോട് പറയുകയാണ് ആൻറ്റി ഞാൻ വളകൾ ഇടാൻ മറന്നുപോയി, പോയി ഇട്ടുകൊണ്ട് വരാം. ഇട്ടിട്ട് വാ മോളേന്ന് സത്യഭാമയും പറയുന്നു. തുടർന്ന് ഒരു തട്ടത്തിൽ പൂവെടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാനായി തിരുമേനി രമണൻ പിള്ളയെ ഏൽപ്പിക്കുകയാണ്. തിരുമേനി പറയുകയാണ് എല്ലാവർക്കും പൂക്കൾ കിട്ടിയല്ലോ, മനസ്സ് ദൈവത്തിൽ അർപ്പിച്ച് കുട്ടികൾക്ക് സർവ്വമംഗളങ്ങളും വരാനായി കുട്ടികൾക്ക് സമർപ്പിക്കാം പൂവുകൾ. തുടർന്ന് എല്ലാവരും ഒരുമിച്ച് വിഷ്ണുവിനും ശാലിനിക്കും മുകളിലേക്ക് പൂക്കൾ ഇടുകയാണ്. തുടർന്ന് രണ്ടുപേർക്കും മധുരം നൽകുകയാണ് തിരുമേനി. അതിനുശേഷം ശാലിനിയുടെ കയ്യിൽ പ്രസാദം കൊടുത്തിട്ട് തിരുമേനി പറയുകയാണ് ഇനി എല്ലാവർക്കും പ്രസാദം കൊടുത്തോളൂ. അതിനുശേഷം എല്ലാവർക്കും പ്രസാദം കൊടുക്കുകയാണ് ശാലിനി. ആദ്യം സത്യഭാമയ്ക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. തുടർന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് സത്യഭാമ പറയുമ്പോൾ ആൻറ്റി എന്ന് വിളിച്ച് മുകളിൽ നിന്ന് ഓടിക്കൊണ്ടുവരികയാണ് സുസ്മിത. എന്താ മോളെ എന്ത് പറ്റിയെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ എൻ്റെ വളകൾ കാണാനില്ല എന്ന് പറയുകയാണ് സുസ്മിത. അതെ ആൻറ്റി, ഞാൻ ഡ്രസ്സിംഗ് ടേബിളിൽ ഊരി വച്ചിരുന്നതാണ് 2 വളകൾ. ഇപ്പോൾ നോക്കിയപ്പോൾ അത് കാണുന്നില്ല എന്ന് പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ് അത് ചിലപ്പോൾ നിലത്തെങ്ങാനും വീണ് കിടപ്പുണ്ടാകും. നീ താഴെയൊക്കെ നോക്കിയോ എന്ന് ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ് മുറിയിൽ തിരയാനായിട്ട് ഇനി സ്ഥലമില്ല അങ്കിൾ, എവിടെയും വീണ് കിടപ്പില്ല അത്. പിന്നെ അതെവിടെ പോയി എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ് അതാരോ എടുത്തതാണ്, എനിക്ക് ഉറപ്പാണ്. രാവിലെ ഡ്രസ്സിംഗ് ടേബിൾ ഊരിവെച്ച വളകൾ ആരെങ്കിലും എടുക്കാതെ അത് തനിയെ നടന്നു പോവുകയൊന്നും ഇല്ലല്ലോ. അന്നേരം പ്രീതി ചോദിക്കുകയാണ് അത് ആരെടുക്കാനാണ് സുസ്മി, നമ്മുടെ ബന്ധുക്കളും നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. ഇന്ന് വരെ ഇവിടെ നിന്നൊരു മൊട്ടുസൂചി പോലും മോഷണം പോയിട്ടില്ല. അന്നേരം സുസ്മിത പറയുകയാണ് അത് പ്രീതി പറയുന്നത് ഞാൻ സമ്മതിച്ചു, ഇന്നേ വരെ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നലെ വരെ ഇല്ലാത്ത ചില ബന്ധുക്കളുണ്ട് ഈ വീട്ടിൽ, ഇവിടത്തെ കൾച്ചറിന് ചേരാത്തവർ. അവിടെയാണ് എനിക്ക് ഡൗട്ട് അടിച്ചത്. അന്നേരം ഇതൊക്കെ കേട്ട് വിഷ്ണു ചോദിക്കുകയാണ് എന്താ നീ പറഞ്ഞു വരുന്നത്? അമ്മയും അച്ഛനും ക്ഷണിച്ചു വരുത്തിയ ആൾക്കാരാണ് ഈ നിൽക്കുന്നത് മുഴുവൻ. അവരെ അപമാനിച്ച് വർത്തമാനം പറയാൻ പറ്റില്ല, മനസ്സിലായോ? അത് വലിയവരായാലും ചെറിയവരായാലും അങ്ങനെ തന്നെ. നിന്റെ 2 വളകളുടെ പവൻ തൂക്കത്തേക്കാൾ അഭിമാനം കൂടുതലാണ് സത്യഭാമയുടെ അഭിമാനത്തിന്.
അത് നീ മറക്കണ്ടെന്ന് സുസ്മിതയ്ക്ക് താക്കീത് നൽകുകയാണ് വിഷ്ണു. അന്നേരം രാഘവൻ നായരും പറയുകയാണ്, വിഷ്ണു പറഞ്ഞതാണ് ശരി. വളയാരും മോഷ്ടിച്ചതാകാൻ സാധ്യതയില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ എവിടെ നിന്നെങ്കിലും കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് അതേ തൂക്കത്തിലും ഡിസൈനിലുമുള്ള വളകൾ ഫാമ വാങ്ങിത്തരും, അത്ര തന്നെ. മോളെ രാഘവേട്ടൻ പറഞ്ഞതെന്ന് ഫാമ പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, ആന്റിയുടെ അഭിപ്രായം അത് തന്നെയാണെങ്കിൽ അതനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അതേ ഡിസൈനിലും തൂക്കത്തിലുമുള്ള 2 അല്ല 200 വളകൾ വാങ്ങിച്ചു തന്നാലും അതിനു പകരമാകില്ല. ഫാനു മുത്തശ്ശിയെ ആന്റിക്ക് അറിയാമല്ലോ. അമ്മയുടെ അമ്മ മുത്തശ്ശി മരണക്കിടക്കയിൽ വെച്ച് എനിക്ക് സമ്മാനിച്ചതാണ് ആ വളകൾ. പൊന്നിന്റെ വിലയല്ല, മനസ്സിന്റെ മൂല്യമാണ് ആ വളകൾക്കെന്ന് എനിക്ക് മനസ്സിലായി. അത് തിരിച്ചു കിട്ടുന്നതിനായി ഇവിടെ ഒരു പരിശോധന നടത്തുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഫാമ പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, വേണ്ട ആന്റി, അങ്ങനെ എല്ലാവരെയും പരിശോധിച്ച് അപമാനിക്കേണ്ട ആരെയും. എനിക്ക് ഒരാളെ സംശയമുള്ളൂ, ഒരൊറ്റ ഒരാളെ. അത് ഈ നിൽക്കുന്ന സ്ത്രീയാണ് എന്ന് പറഞ്ഞ് ശാരദാമ്മയെ ചൂണ്ടുകയാണ് സുസ്മിത. അത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ശ്യാമയും ശാലിനിയും വിഷ്ണുവും ഒക്കെ. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.